എല്ലാവരും പെൺകുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെൺകുട്ടികളെക്കാൾ കൂടുതൽ അബ്യൂസ് നേരിടുന്ന ആൺകുട്ടികളാണ്. ആൺകുട്ടികൾക്ക് കാരണം ഈ ചെറുപ്രായത്തിലൊന്നും ഇത് തുറന്നു പറയാനുള്ള സാഹചര്യം ഇല്ല. അതെ. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ അവിശ്വസിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. എന്നിട്ട് ഇവരുടെ ഒപ്യം ഇത് അംഗീകരിച്ചില്ല. അവസാനം പോലീസ് കേസ് ആവും, നിങ്ങളിത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകും എന്നുള്ള രീതിയിൽ പേരൻസിനോട് പറഞ്ഞു. കാരണം ഇവർ ആ ഉസ്താദിനെ വിശ്വസിക്കുന്നേ ഇല്ല. അദ്ദേഹം നല്ല മനുഷ്യനാണെന്നുള്ളതാണ്. സ്വന്തം കുഞ്ഞിനെ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇവൾക്ക് ഭയങ്കര അത്ഭുതമായി ശരിക്കും. അപ്പം ഞാൻ മനസ്സിലാകുന്ന ഇത്തരം സിറ്റുവേഷൻസ് ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം അബ്യൂസസ് എപ്പോഴും വലിയൊരു ക്രൈസിസിലൂടെ ഓരോ കുഞ്ഞും കടന്നു പോകുന്നത്. ഞാൻ കടന്നു വന്ന വഴി എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു വഴിയാണ്. ഇന്നത്തെ പോലെ ഒരു ടെക്നോളജിയോ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇല്ല. എനിക്ക് നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നില്ല, എനിക്ക് നല്ല ഇത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നില്ല, ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇതിനെയൊക്കെ അടക്കി പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ശരിക്കും എന്താ പറയുക, വലിയൊരു കാര്യം തന്നെ ആ സമയത്ത് അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റിയത് തന്നെ. യെസ്, ഞാൻ 99-ലാണ് കുറച്ചുകൂടി ഓപ്പൺ ആവുന്നത്. 2000-ലാണ് ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നത്. 2002-ലൊക്കെയാണ് ഞാൻ ഹിജഡ കമ്മ്യൂണിറ്റി ആയിട്ട് ഇവിടെ ചേരുന്നത്. ഞാൻ കുറച്ചുകൂടി ആർജവം എടുക്കുന്നത് 2005-ലാണ്. പിന്നെ 2008 സമയമൊക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ലൈഫിലേക്ക് ധൈര്യം ഉണ്ടാവുന്നത്. പിന്നെ ഒരു ആക്ടിവിസം ഒക്കെ ആരംഭിക്കുന്ന ആ സമയത്ത് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ഒരു ആക്ടിവിസ്റ്റ് ആവണം, ഇതിനു വേണ്ടി പോരാടണം എന്നൊക്കെ തീരുമാനിക്കുന്നതും ഒരു 2010-2000 സമയത്താണ്. 2008-ലാണ് എൻ്റെയും എൻ്റെ എക്സ് പാർട്ട്ണറെ ആദ്യത്തെ ഇൻ്റർവ്യൂ വരുന്നതും. 2010-ലാണ് ഒരു മെയിൻ സ്ട്രീം ചാനലിൽ ഞങ്ങളുടെ ഇൻ്റർവ്യൂ വരുന്നതും. ഈ കേരളത്തിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഞങ്ങളെ തിരിച്ചറിയുന്നതും ഒരു വലിയൊരു വഴിയാണത്.